അങ്ങനെ 749 രൂപ കൊടുത്ത് ഞാനും മേടിച്ചു ജിയോ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിരിക്കുന്ന ജിയോ ടാഗ്. ആൻഡ് ഐ എം റിയലി സോറി ടു സേ ദിസ് ഈസ് എ ഫ്ലോപ്പ്. 3500 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ എയർ ടാഗ് കിട്ടും. പക്ഷേ ഈ 749 രൂപ കൊടുത്ത് മേടിക്കുന്ന ജിയോ ടാഗിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത് എന്നറിയാനായിട്ട് എനിക്കും കൗതുകമുണ്ടായി. ഇത് അനൗൺസ് ചെയ്ത് അടുത്ത ദിവസം തന്നെ ഞാൻ ഓർഡർ ചെയ്ത് 6 ദിവസത്തിന് ശേഷം ഈ ഒരു സാധനം എൻ്റെ വീട്ടിലേക്ക് ഡെലിവർ ആയി. ആൻഡ് റിലയൻസ് ഡിജിറ്റലിൻ്റെ ഒരു പാക്കേജിംഗ് ആയിരുന്നു. അതിനകത്ത് ഈ കാണുന്ന വയലറ്റ് ബോക്സ് ആണ് നമ്മുടെ ജിയോ ടാഗ്. പുറകിലായിട്ട് ഇരിക്കുന്ന MRP 2199 രൂപയാണ്. പക്ഷേ വിൽക്കപ്പെടുന്നത് 749 രൂപയ്ക്കാണ്. ആൻഡ് ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത് എന്ന് എഴുതിയിട്ടുണ്ട്. ടാഗ് ഇറ്റ്, ട്രാക്ക് ഇറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജിയോ തിങ്സ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് കൊടുത്തിട്ടുണ്ട്. അതിലൂടെയാണ് നമുക്ക് ഈ ഒരു ജിയോ ടാഗ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. ഒരു വെൽക്കം കാർഡ് ഉണ്ട്, അതാണ് ഇതിന്റെ യൂസർ മാനുവൽ. എങ്ങനെ ഇത് കണക്ട് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്കൊരു വാറന്റി കാർഡ് ലഭിക്കുന്നുണ്ട്. അടിയിലായിട്ട് ഇതാ നമ്മുടെ ജിയോ ടാഗ് ഇരിപ്പുണ്ട്. ഒരു ലാൻഡ് ഓൾറെഡി അവർ ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. കൂടാതെ ഒരു ഡബിൾ സൈഡ് ടേപ്പും ഒരു ബാറ്ററിയും വന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് എക്സ്ട്രാ ബാറ്ററിയാണ്. ജിയോ ടാഗ് തുറന്നു കഴിഞ്ഞാൽ ഓൾറെഡി അതിനകത്ത് ഒരു ബാറ്ററി അവർ ഇൻസ്റ്റാൾ ചെയ്തും തന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് ചെറിയ 3 ഹോൾസ് കാണാം. അവിടെയാണ് സ്പീക്കേഴ്സ് വരുന്നത്. പ്ലസ് ഈ ഒരു ബാക്ക് സൈഡിലെ റൗണ്ടിനകത്ത് നിങ്ങൾക്ക് ഒരു പവർ ബട്ടണും ഉണ്ട്. കണക്ട് ചെയ്യാനായിട്ട് ഇനിഷ്യലി ജിയോ തിങ്സ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം, ഓപ്പൺ ചെയ്യുക, അതിനുശേഷം അതിനകത്ത് സൈൻ അപ്പ് ചെയ്യുക. പിന്നീട് ജിയോ ടാഗ് എടുത്തതിന് ശേഷം ഈ ഒരു പവർ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് 2 സെക്കൻഡ് പിടിക്കുമ്പോഴേക്കും ഇതിനകത്ത് നിന്നും ശബ്ദം പുറത്തു വരും. ശബ്ദം വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ജിയോ ടാഗ് ആഡ് ചെയ്യുക. ഉടനെ തന്നെ സെർച്ച് കൊടുക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ജിയോ ടാഗ് കാണും. അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് ഈ ഒരു സാധനം നിങ്ങളുടെ സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ആവും. ഇത് ഞാൻ വാളറ്റിലേക്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ വാളറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ആൻഡ് നമ്മുടെ ജിയോ ടാഗ് നമ്മുടെ സ്മാർട്ട് ഫോണുമായി കണക്ട് ആയി. ജിയോ തിങ്സ് ആപ്ലിക്കേഷൻ നിങ്ങൾ ലൊക്കേഷൻ പെർമിഷൻ കൊടുക്കണം. അവിടെ അലോ ഓൾ ദ ടൈം എന്ന് കൊടുത്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പ്ലസ് ബ്ലൂടൂത്ത് ഐറ്റംസ് ഫൈൻഡ് ചെയ്യാനുള്ള പെർമിഷനും കൊടുക്കേണ്ടതാണ്. സോ ഹോം പേജിൽ തന്നെ നമ്മുടെ ജിയോ ടാഗ് കണക്റ്റഡ് കാണിക്കുന്നുണ്ട്. ആൻഡ് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ ഏതാണ് എന്നും കാണിക്കുന്നുണ്ട്. പ്ലസ് ഇത് അടുത്താണോ ദൂരെയാണോ എന്ന് എഴുതി കാണിക്കുകയാണ്. ഫാർ അവേ ആണ്, നിയർ ബൈ ആണ് എന്നൊക്കെ. ഈ ഒരു പവർ ബട്ടൺ 2 പ്രാവശ്യം നിങ്ങൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ റിംഗ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ജിയോ ടാഗ് വഴി സ്മാർട്ട് ഫോൺ കളഞ്ഞു പോയാൽ സ്മാർട്ട് ഫോൺ എവിടെയാണ് എന്നുള്ളത് ബ്ലൂടൂത്തിന്റെ പരിമിതിയിലാണെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇത് വാളറ്റിന്റെ അകത്തേക്ക് വെക്കാനായിട്ട് പോവാണ്. ഇനി ഈ വാളറ്റ് കളഞ്ഞു പോയതായി കാണിക്കാനായി ഈ വാളറ്റ് ഞാൻ ഒരു സൈഡിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ ആപ്ലിക്കേഷനകത്ത് കണക്റ്റഡ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പ്ലസ് ലൊക്കേഷൻ ഏതാണ് എന്നുമുണ്ട്. ഇനി ഞാൻ കുറച്ച് ദൂരത്തേക്ക് നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോഴും കണക്റ്റഡ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. വെരി നിയർ എന്നായിരുന്നു, അത് ഫാർ എന്നായി. എന്നാലും ഞാൻ കുറച്ചുകൂടെ ദൂരെ പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 100 മീറ്ററോളം ആയിട്ടുണ്ടാവും. എന്നാലും അവിടെ കണക്റ്റഡ് എന്ന് കാണിക്കുന്നു. സോ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയി. പക്ഷേ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തപ്പോഴേക്കും അവിടെ ഡിസ്കണക്റ്റഡ് എന്ന് കാണിച്ചു. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, റിയൽ ടൈം ആയിട്ട് ആപ്ലിക്കേഷനിൽ ഈ ഒരു കാര്യം അപ്ഡേറ്റ് ആവുന്നില്ല. ഇനി ഇത് ലാസ്റ്റ് ഡിസ്കണക്ട് ആയപ്പോഴുള്ള ലൊക്കേഷനും ടൈമും മാത്രമാണ് കാണിക്കുന്നത്. ആൻഡ് ആ ഒരു ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പോയിന്റർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഏത് ലൊക്കേഷനിലാണ് ഉള്ളതെന്നോ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗൂഗിൾ മാപ്പൊക്കെ വഴി അതിലേക്ക് നാവിഗേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന ലൊക്കേഷനിൽ എവിടെയോ ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് അറിയാനായിട്ട് കഴിയുകയുള്ളൂ. ഡിസ്കണക്ട് ആയ സമയം തന്നെ അവിടെ റിപ്പോർട്ട് ലോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനും കാണുന്നുണ്ട്. അതായത് അത് കൊടുത്തു കഴിഞ്ഞാൽ ജിയോ തിങ്സിന്റെ കമ്മ്യൂണിറ്റി വഴി നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് അറിയിക്കാം, എൻ്റെ ഈ ഒരു സാധനം കളഞ്ഞു പോയിട്ടുണ്ട് എന്ന്. സോ ഇൻ കേസ് അവർ ആരെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. സോ ജിയോ തിങ്സ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും നല്ലവരാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം അല്ല എങ്കിൽ വാളറ്റ് ആണ് കളഞ്ഞു പോയത് എന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലുമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ സുഖമായിട്ട് ആ ഒരു സാധനം എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റുമോ എന്നുള്ള ഡൗട്ട് എനിക്ക് ഇല്ലാതില്ല. സോ ആക്ച്വലി എൻ്റെ വാളറ്റ് കളഞ്ഞു പോയിരുന്നെങ്കിൽ ഞാൻ ജിയോ തിങ്സ് ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ഇന്ന ലൊക്കേഷനിലാണ് ലാസ്റ്റ് കണക്റ്റഡ് എന്ന് കാണിക്കുന്നു. സോ ആ ഒരു ലൊക്കേഷനിൽ ഞാൻ ഏതൊക്കെ റൂട്ടിൽ കൂടെയാണ് പോയതെന്ന് ചിന്തിക്കേണ്ടി വരും. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ ബാക്ക് ട്രാക്ക് ചെയ്ത് തിരിച്ച് നടന്നു പോകണം. ഇപ്പം എനിക്ക് എന്തായാലും എവിടെയാണ് കളഞ്ഞത് എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ തിരിച്ച് ആ ഒരു ഡയറക്ഷനിലേക്ക് നടക്കുകയാണ്. ഇപ്പോഴും ഡിസ്കണക്റ്റഡ് തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് നടന്ന് ഇപ്പോൾ ഏകദേശം ഒരു 50 മീറ്റർ ആയി കാണും. ഇപ്പോഴും ഡിസ്കണക്റ്റഡ് തന്നെയാണ് കാണിക്കുന്നത്. നമ്മുടെ വാളറ്റ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ജസ്റ്റ് 10 മീറ്റർ ദൂരത്തിൽ മാത്രമാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ഇപ്പോഴാണ് കണക്റ്റിംഗ് എന്ന് കാണിക്കുന്നത്. ഇപ്പോൾ കണക്റ്റഡ് ആയി. ഇനി നമുക്ക് അവിടെ റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. റിംഗ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ എൻ്റെ വാളറ്റിനകത്ത് നിന്നും ശബ്ദം കേൾക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ശബ്ദം 15 സെക്കൻഡ്സിലേക്കാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ബൈ ഡിഫോൾട്ട്. സോ അടുത്തെത്തിയപ്പോഴേക്കും ശബ്ദം ഓഫായി. വീണ്ടും ഞാൻ റിംഗ് എന്ന് കൊടുത്തു. സോ ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ഒരു സാധനം വെരി നിയർ ആണെന്ന് കാണിക്കുന്നു. അങ്ങനെ എൻ്റെ വാളറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. സോ എനിക്ക് മനസ്സിലായ
ഇതിനകത്തുള്ള കുറേയധികം ഫ്ലോകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഇത് ആക്യുറേറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ കാണിച്ചു തരുന്നില്ല. രണ്ട്, ലൊക്കേഷൻ കാണിച്ചു തന്നാൽ തന്നെ നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്നും നമ്മുടെ ഇതിൽ നിന്നും എത്ര ദൂരത്തിലാണ് എന്നും കാണിച്ചു തരുന്നില്ല. മൂന്നാമത്തെ, ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ ഇത് ഗൂഗിൾ മാപ്പ് ഒക്കെ വഴി നാവിഗേറ്റ് ചെയ്ത് അതിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആസ് ഓഫ് നൗ ഇല്ല. നാലാമത്തത്, ആപ്ലിക്കേഷനകത്ത് അപ്ഡേറ്റ് ആവുന്നത് വളരെയധികം സ്ലോ ആണ് ആൻഡ് റിയൽ ടൈമിൽ അപ്ഡേറ്റ്സ് വരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അഞ്ചാമത്തത്, ആക്ച്വലി എൻ്റെ വാളറ്റ് കളഞ്ഞാണ് പോയിരുന്നതെങ്കിൽ ഇത് ലാസ്റ്റ് ലൊക്കേഷൻ ആണ് കാണിക്കുന്നത്. അതിനുശേഷം വേറെ ആരെങ്കിലും എൻ്റെ വാളറ്റ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു കാര്യം അറിയാനും പറ്റില്ല, അത് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ടും പറ്റില്ല. ഇനി ഇൻ കേസ് കളഞ്ഞു പോവുകയാണ്, ഇന്ന ലൊക്കേഷൻ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ഏതൊക്കെ പാതയിലൂടെയാണ് പോയത് എന്ന് ഓർത്തെടുത്ത് അതിലൂടെ പോയാൽ മാത്രമേ കണ്ടുപിടിക്കാനായിട്ടും പറ്റുള്ളൂ. വേറൊരാൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഒരു സാധനം യൂസ്ഫുൾ ആവുന്നത് നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ സാധനങ്ങൾ കളയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ റിമോട്ട് എപ്പോഴും കളഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ കളഞ്ഞു പോവുകയാണ് വീട്ടിനകത്തെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നും. അല്ലാത്ത പക്ഷം പുറത്തൊക്കെ സാധനം കളഞ്ഞു പോയാൽ ഇത് കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇത് മേടിക്കുന്നതെങ്കിൽ ഈ ഒരു സാധനം ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ശരിയാണ്, 749 രൂപയല്ലേ ഇതിനുള്ളൂ, സോ ഇതിൽ കൂടുതൽ എന്താണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ടാവും. ശരിയാണ്. സോ ജിയോ ടാഗിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിക്കാനുള്ളൂ. എന്തായാലും ഇതാണ് ജിയോ ടാഗ് എന്നുള്ള കാര്യം മനസ്സിലായില്ലേ. പ്ലസ് എയർ ടാഗിന് പകരമായിട്ട് ഈ ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് തോന്നുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്ലസ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.